ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ അഥവാ ഡാറ്റയുടെ വർഗീകരണത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റോ ഡാറ്റ എന്നും അതുപോലെ തന്നെ ഡാറ്റ ക്ലാസിഫിക്കേഷനും സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിനെയൊക്കെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് അറേ അല്ലെങ്കിൽ അണി. അറേ അല്ലെങ്കിൽ അണി. ആദ്യമായിട്ട് നമുക്ക് എന്താണ് അറേ എന്ന് നോക്കാം. വാട്ട് ഈസ് അറേ? Array is the systematical arrangement of raw data in ascending or descending order. Systematical arrangement of raw data in ascending or descending order is called array. അസംസ്കൃത ഡാറ്റയെ അവയുടെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ക്രമീകരിച്ചെഴുതുന്നതാണിത്. അതായത് അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംസ്കൃത ഡാറ്റയെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ക്രമീകരിക്കുന്നതിനെയാണ് അറേ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അറേ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ഞാൻ 12 കുട്ടികളുടെ മാർക്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡാറ്റ 12 കുട്ടികളുടെ മാർക്സ് ആണ്. ഇതില് ഈ ഡാറ്റയില് ഉയർന്ന മാർക്കുകൾ ഉണ്ട്, അതുപോലെ തന്നെ താഴ്ന്ന മാർക്കുകളൊക്കെ ഉണ്ട്. ഇതൊരു ഓർഡർ ഇല്ലാതെയാണ് ഞാൻ ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത്. ഇതിനെ ഒരു ഓർഡർ ആക്കി മാറ്റണം. അതായത് ഈ ഡാറ്റയെ മാർക്സ് എന്ന് പറഞ്ഞ ഈ ഡാറ്റയെ നമുക്കൊരു ഓർഡർ ആയിട്ട് മാറ്റണം. അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിച്ച് എഴുതണം. അതിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക്, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക്. അപ്പൊ നമ്മൾ എന്താ അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തന്ന ഡാറ്റയെ, അസംസ്കൃത ഡാറ്റയെ അല്ലെങ്കിൽ റോ ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിച്ച് എഴുതുന്നതിനെയാണ് അറേ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അസെൻഡിങ് ഓർഡറിൽ ക്രമീകരിച്ച് എഴുതാം. അതായത് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് അസെൻഡിങ് ഓർഡറിൽ ക്രമീകരിച്ച ഡാറ്റയാണ്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലേക്കാണ് നമ്മൾ എഴുതുക. ചെറിയ സംഖ്യകളിൽ നിന്ന് തുടങ്ങി വലിയ സംഖ്യകളിലേക്ക് പോകും അല്ലെ? അതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തന്ന ഡാറ്റയെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഡാറ്റ മാർക്സ് ആണ്. ഇതിൽ ഏറ്റവും ചെറിയ മാർക്സ് 3 ആണ്. ആ 3 എഴുതി. പിന്നീട് ഏറ്റവും ചെറുതായിട്ടുള്ളത് 12 ആണ്. പിന്നീട് 15, 18, 18, 24, 28, 36, 37, 44, 49, 50. അപ്പോൾ നമ്മൾ തന്ന ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിച്ച് എഴുതുന്നതിനെയാണ് അറേ എന്ന് പറയുന്നത്. അതായത് തന്ന റോ ഡാറ്റ അല്ലെങ്കിൽ അസംസ്കൃത ഡാറ്റയെ, ക്രമീകരിക്കാത്ത ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിച്ച് എഴുതുന്നതിനെയാണ് അറേ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ 12 മാർക്സ് തന്നിട്ടുണ്ടായിരുന്നു. 12 കുട്ടികളുടെ മാർക്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് ക്രമീകരിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഏറ്റവും വലിയ മാർക്ക് ഏതാ, ഏറ്റവും കുറഞ്ഞ മാർക്ക് ഏതാന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ ഏറ്റവും ചെറിയ മാർക്ക് 3, ഏറ്റവും വലിയ മാർക്ക് 50 അല്ലെ? അപ്പോൾ എന്താണ് അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് റോ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ is called array. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസിയെ കുറിച്ചാണ്. ഫ്രീക്വൻസി അഥവാ ആവൃത്തിയെ കുറിച്ചാണ്. എന്താണ് ഫ്രീക്വൻസി എന്ന് നോക്കാം. വാട്ട് ഈസ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി മീൻസ് ഹൗ മെനി ടൈംസ് an item occurs in a series. ഒരു സീരീസിൽ ഒരു ഇനം എത്ര പ്രാവശ്യം ആവർത്തിച്ചു എന്ന് കാണിക്കുന്നതാണ് ഫ്രീക്വൻസി. ഒരു സീരീസില് ഒരു ഇനം എത്ര തവണ ആവർത്തിച്ചു എന്ന് കാണിക്കുന്നതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ഞാൻ 6 കുട്ടികളുടെ മാർക്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ മാർക്ക് 10 ആണ്. പിന്നെ 18, 10, 14, 20, 40 അങ്ങനെ 6 കുട്ടികളുടെ മാർക്ക് എഴുതിയിട്ടുണ്ട്. ഇതില് 10 എന്ന മാർക്ക്, 10 എന്നുള്ള മാർക്ക് എത്ര തവണ വന്നിട്ടുണ്ട്? എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് 10 എന്ന മാർക്ക്? എത്ര തവണയാണ്? 2 തവണ. അപ്പൊ 10 എന്ന മാർക്കിന്റെ ഫ്രീക്വൻസി 2 ആണ്. ഇനി 18 എന്നുള്ള മാർക്കാണ് അടുത്തതില്. 18 എന്നുള്ള മാർക്ക് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? 1 പ്രാവശ്യം മാത്രമാണ്. അപ്പൊ 18 എന്നുള്ള മാർക്കിന്റെ ഫ്രീക്വൻസി 1 ആണ്. ഇനി 14 എന്നുള്ള മാർക്ക് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? 2 തവണ. അപ്പൊ 14 എന്ന മാർക്കിന്റെ ഫ്രീക്വൻസി 2 ആണ്. ഇനി 20 എന്ന മാർക്ക് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? 1 തവണ.
അപ്പൊ 20 എന്ന മാർക്കിന്റെ ഫ്രീക്വൻസി 1 ആണ്. അതായത് ഒരു സീരീസിൽ ഒരു ഇനം എത്ര തവണ ആവർത്തിച്ചു എന്ന് കാണിക്കുന്നതാണ് ഫ്രീക്വൻസി. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി അറേയെ കുറിച്ചാണ്. ഫ്രീക്വൻസി അറേ അല്ലെങ്കിൽ ആവൃത്തി അണി. എന്താണ് ഫ്രീക്വൻസി അറേ? സിസ്റ്റമാറ്റിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾ അക്കോർഡിംഗ് ടു സൈസ് ആൻഡ് ഫ്രീക്വൻസി. അസന്തത ചരങ്ങളെ അവയുടെ വലിപ്പമനുസരിച്ച് ഫ്രീക്വൻസിക്കൊപ്പം ക്രമീകരിക്കുന്നതാണ് ഫ്രീക്വൻസി അറേ അല്ലെങ്കിൽ ആവൃത്തി അണി. അസന്തത ചരങ്ങളെ അവയുടെ വലിപ്പമനുസരിച്ച് ഫ്രീക്വൻസിക്കൊപ്പം ക്രമീകരിക്കുന്നതാണ് ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത്. അസന്തത ചരങ്ങളെ അവയുടെ വലിപ്പമനുസരിച്ച് എന്ന് പറയുമ്പോൾ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിക്കണം. അതിന്റെ ഫ്രീക്വൻസിക്കൊപ്പം എഴുതുന്നതിനെയാണ് ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഫ്രീക്വൻസി അറേ മനസ്സിലാക്കാം. ഇവിടെ 15 കുട്ടികളുടെ മാർക്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് ഫ്രീക്വൻസി അറേ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിസ്റ്റമാറ്റിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾ അക്കോർഡിംഗ് ടു ദർ സൈസ് ആൻഡ് ഫ്രീക്വൻസി. അതായത് ഡിസ്ക്രീറ്റ് വേരിയബിൾ അസന്തത ചരങ്ങളെ അവയുടെ വലിപ്പം അനുസരിച്ച് ഫ്രീക്വൻസിക്കൊപ്പം ക്രമീകരിക്കുന്നതിനെയാണ് ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ തന്ന ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിക്കണം. അതിന്റെ ഫ്രീക്വൻസിക്കൊപ്പം ക്രമീകരിച്ച് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫ്രീക്വൻസി അറേ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 2 കോളങ്ങളാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തെ കോളം തന്ന ഡാറ്റ, അതായത് മാർക്സ്. ഡാറ്റയുടെ പേര് മാർക്സ് എന്നല്ലേ, അപ്പൊ മാർക്സ് ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി അറേ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രീക്വൻസി അറേ പ്രിപ്പയർ ചെയ്തു, അതായത് ഫ്രീക്വൻസി അറേ തയ്യാറാക്കി കഴിഞ്ഞു. ഫ്രീക്വൻസി അറേ തയ്യാറാക്കുമ്പോൾ നമുക്ക് 2 കോളങ്ങളാണ് ആവശ്യം. ഒന്നാമത്തെ കോളം തന്ന ഡാറ്റ, ഇവിടെ മാർക്സ് ആണ് ഉള്ളത്, അപ്പൊ അതിന് ഹെഡിങ്, ഒന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് മാർക്സ് എഴുതി. രണ്ടാമത്തെ കോളം ഫ്രീക്വൻസി. ഇവിടെ ഡാറ്റ വേജസ് ആണെങ്കിൽ ഒന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് വേജസ് ആയിരിക്കും. ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് ഹൈറ്റ് ആയിരിക്കും. ഇവിടെ വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെയിറ്റ്. ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് മാർക്സ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് മാർക്സ് എന്ന് എഴുതി. രണ്ടാമത്തെ കോളം എപ്പോഴും ഫ്രീക്വൻസി ആയിരിക്കും ഫ്രീക്വൻസി അറേ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിക്കണം. അതായത് നമ്മൾ ഫ്രീക്വൻസി അറേ തയ്യാറാക്കുമ്പോൾ ഡാറ്റയെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിക്കണം. എന്താണ് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക്. നമ്മളിവിടെ അസെൻഡിങ് ഓർഡർ, ചെറുതിൽ നിന്നും വലുതിലേക്കാണ് ഡാറ്റയെ ക്രമീകരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഏറ്റവും ചെറിയ മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ 50 ആണ് അല്ലെ, 50 ആണ്. 50 എത്ര തവണ ആവർത്തിച്ചു എന്ന് നോക്കാം. 1, 2, 3, 4, 5. 5 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ഒരു ഐറ്റം എത്ര തവണ ആവർത്തിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഫ്രീക്വൻസി. അപ്പോൾ 50 എന്ന മാർക്ക് 5 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മാർക്ക് ഏതാ നോക്കുക. ഏറ്റവും ചെറിയ മാർക്ക് ഏതാ നോക്കുക. 50ലേക്കും കുറച്ച് ഉയർന്ന മാർക്ക് ഏതാ? ഇവിടെ 54. ഇനി അടുത്തത് 54. 54 എത്ര തവണ ആവർത്തിച്ചു എന്ന് നോക്കാം. 1, 2, 3, 4. 4 പ്രാവശ്യം 54 എന്നുള്ള മാർക്ക് 4 പ്രാവശ്യം 4 ടൈംസ് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ 4 എന്ന് എഴുതി. ഇനി അടുത്ത മാർക്ക് ഏതാ നോക്കാം. 55. 55 ആണ്. അത് എത്ര തവണ ആവർത്തിച്ചു നോക്കാം. 1, 2 തവണ. 55 എന്ന മാർക്ക് 2 ടൈംസ് ആണ് ആവർത്തിച്ചിട്ടുള്ളത്. 2 തവണയാണ് ആവർത്തിച്ചിട്ടുള്ളത്. അത് നമ്മൾ അവിടെ എഴുതി. ഇനി അടുത്ത മാർക്ക് 55 കഴിഞ്ഞാൽ പിന്നെ 56 അല്ലെ, 56 അല്ലെ. 56 എത്ര തവണ ആവർത്തിച്ചെന്ന് നോക്കാം. 56 1, 2, 3 ടൈംസ് അല്ലെ. 56 3 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മാർക്ക് നോക്കാം. 56 കഴിഞ്ഞാൽ 57. 57 ആണ് അല്ലെ. 57 എത്ര തവണ ആവർത്തിച്ചു എന്ന് നോക്കാം. 1 തവണ. അങ്ങനെ 50 എന്നുള്ള മാർക്ക് 5 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫ്രീക്വൻസി 5 ആണ്. 54 4 ടൈംസ്, 55 2 ടൈംസ്, 56 3 ടൈംസ്, 57 1 ടൈം. അതായത് ഇപ്പൊ മാർക്കുകൾ എത്ര തവണ ആവർത്തിച്ചു എന്നുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്രീക്വൻസി ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 5 4 9 9 2 11 11 3 14 14 1 15.
അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, n is equal to 15 എന്ന് എഴുതി. അതായത് ഫ്രീക്വൻസി ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, 15 അല്ലെ, 15 ആണ്. ഈ 15 തന്നെ അല്ലെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, ഈ മാർക്കുകളുടെ എണ്ണം, മൊത്തം എണ്ണം എത്രയാണ്, 15 അല്ലേ. ഫ്രീക്വൻസിയുടെ തുകയായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ആ ഡാറ്റയിലെ മൊത്തം ഈ ഡാറ്റയിലെ മൊത്തം മാർക്കുകളുടെ എണ്ണം എത്രയാണ്, 15. അത് തന്നെയല്ലേ ഇവിടെ ഫ്രീക്വൻസിയുടെ തുകയായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ 15 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 14 ആണെങ്കിൽ നിങ്ങളുടെ കണക്ക് തെറ്റാണെന്നാണ് അർത്ഥം. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് എണ്ണം കറക്റ്റ് ആക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഡാറ്റ ആദ്യം നമ്മൾ എണ്ണി നോക്കണം, എത്ര ഡാറ്റ എണ്ണി നോക്കണം. ആ ഡാറ്റയുടെ എണ്ണം തന്നെയാണോ ഫ്രീക്വൻസി ടോട്ടൽ ചെയ്തിട്ടും കിട്ടുന്നത് എന്ന് നോക്കണം. അല്ലെങ്കിൽ നിങ്ങളെ കണക്ക് തെറ്റായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് ക്ലാസ്? For statistical analysis, data are arranged in a group according to their size. This group is called class. For statistical analysis, data are arranged in a group according to their size. This group is called class. സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിന് വേണ്ടി ഡാറ്റയെ അവയുടെ വലിപ്പക്രമമനുസരിച്ച് ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിന് വേണ്ടി ഡാറ്റയെ അവയുടെ വലിപ്പക്രമം അനുസരിച്ച് ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിന് വേണ്ടി തന്ന ഡാറ്റയെ അവയുടെ വലിപ്പം അനുസരിച്ച് ഗ്രൂപ്പുകളാക്കി തരംതിരിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ 3 ക്ലാസ്സുകൾ എഴുതിയിട്ടുണ്ട്. അതായത് മാർക്സ് എന്ന ഡാറ്റയെ 10 മുതൽ 40 വരെയുള്ള മാർക്സിനെ ഞാൻ 3 ക്ലാസ്സുകളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ക്ലാസ് 10 to 20, അതായത് ഫസ്റ്റ് ക്ലാസ് 10 to 20, സെക്കൻഡ് ക്ലാസ് 20 to 30, തേർഡ് ക്ലാസ് 30 to 40. അങ്ങനെ 3 ക്ലാസ്സുകളാണ് എഴുതിയിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ മാർക്ക് ഇവിടെ എത്രയായിരിക്കും, 10 ആയിരിക്കും അല്ലെ. അതായത് ഒന്നാമത്തെ ക്ലാസ്സില് 10 to 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മുതൽ 19 വരെയുള്ള മാർക്കാണ് ഉൾപ്പെടുക. ഇനി രണ്ടാമത്തെ ക്ലാസ്സിൽ 20 to 30, 20 മുതൽ 29 വരെയുള്ള മാർക്കാണ് ഉൾപ്പെടുക. മൂന്നാമത്തെ ക്ലാസ് 30 മുതൽ 40 വരെയാണ് അല്ലെ. 30 മുതൽ 39 വരെയുള്ള മാർക്സ് ആണ് ഉൾപ്പെടുക. അങ്ങനെ ഞാൻ എന്റെ മാർക്സ് എന്ന ഡാറ്റയെ 3 ക്ലാസ്സുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ലിമിറ്റ് അല്ലെങ്കിൽ ക്ലാസ് പരിധിയെ കുറിച്ചാണ്. ഓരോ ക്ലാസ്സിനും ക്ലാസ് പരിധിയുണ്ട്. ഈച്ച് ക്ലാസ് ഹാസ് 2 ലിമിറ്റ്സ്. ദേ ആർ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ഓരോ ക്ലാസ്സിനും ക്ലാസ് പരിധിയുണ്ട്. അവയാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ഇൻ ദി ക്ലാസ് 10 to 20, അതായത് 10 to 20 എന്ന ക്ലാസ്സില് അപ്പർ ലിമിറ്റ് 20 ആണ്, ലോവർ ലിമിറ്റ് 10 ആണ്. അതായത് ഒരു ക്ലാസ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള സംഖ്യ, ഇടതുഭാഗത്തുള്ള സംഖ്യയെ ലോവർ ലിമിറ്റ് എന്നാണ് പറയുക, ലോവർ ലിമിറ്റ്. റൈറ്റ് സൈഡിലുള്ള സംഖ്യയെ അപ്പർ ലിമിറ്റ് എന്നാണ് പറയുക. അപ്പൊ ഈ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എത്രയാണ്? ഈ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് 20, ലോവർ ലിമിറ്റോ 10. ലോവർ ലിമിറ്റ് 10. അതായത് ഓരോ ക്ലാസ്സിലും അപ്പർ ലിമിറ്റും ഉണ്ട്, ലോവർ ലിമിറ്റും ഉണ്ട് അല്ലെ. അതായത് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിലെ റൈറ്റ് സൈഡിലുള്ള സംഖ്യയാണ് അപ്പർ ലിമിറ്റ്. ഒരു ക്ലാസ്സിന്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ അല്ലെങ്കിൽ സംഖ്യയാണ് അപ്പർ ലിമിറ്റ്, ലെഫ്റ്റ് സൈഡിലുള്ള സംഖ്യയാണ് ലോവർ ലിമിറ്റ്. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഏതാണ് ക്ലാസ് ലിമിറ്റ് എന്ന് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇൻ ദി ക്ലാസ് 20 to 40, ഈ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് ഏതാണ്? അതായത് ഒരു ക്ലാസിന്റെ റൈറ്റ് സൈഡിലുള്ള സംഖ്യയാണ് നമ്മൾ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡിലുള്ള സംഖ്യയാണ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് ഏതാണ്? അപ്പർ ലിമിറ്റ് ഏതാണ്? 40. ലോവർ ലിമിറ്റ് ഏതാണ്? 20. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ലിമിറ്റിനെ കുറിച്ചിട്ട് മനസ്സിലായി. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡ് വാല്യൂവിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡ് വാല്യൂവിനെ കുറിച്ചാണ്. എന്താണ് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു നോക്കാം. മിഡ് പോയിന്റ് ഈസ് ദി ഹാഫ് ഓഫ് ദി സം ടോട്ടൽ ഓഫ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ഹാഫ് ഓഫ് ദി സം ടോട്ടൽ ഓഫ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റിന്റെയും അപ്പർ ലിമിറ്റിന്റെയും
തുകയുടെ പകുതിയാണ് മിഡ് പോയിന്റ്. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റിന്റെയും ലോവർ ലിമിറ്റിന്റെയും തുകയുടെ പകുതിയെയാണ് നമ്മൾ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് മിഡ് പോയിന്റ് എങ്ങനെ കണ്ടെത്താൻ എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇൻ ദി ക്ലാസ് 10 to 20, അതായത് 10 to 20 എന്ന ക്ലാസിന്റെ മിഡ് പോയിന്റ് നമുക്ക് കണ്ടെത്തണം. എങ്ങനെയാണ് കണ്ടെത്തുക? മിഡ് പോയിന്റ് ഈസ് ദി ഹാഫ് ഓഫ് ദി സം ടോട്ടൽ ഓഫ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റിന്റെയും അപ്പർ ലിമിറ്റിന്റെയും തുകയുടെ പകുതിയാണ് മിഡ് പോയിന്റ്. ഇവിടെ എത്രയാണ് ലോവർ ലിമിറ്റ്? അപ്പർ ലിമിറ്റ് 20 by 2. 10 plus 20, 10 plus 20 30. 30 by 2 15. മിഡ് പോയിന്റ് എത്രയാണ്? 15. ഇനി നമുക്ക് വേറൊരു ക്ലാസ് കൂടി നോക്കാം. 20 to 40, 20 to 40 എന്ന ക്ലാസിന്റെ മിഡ് പോയിന്റ് കാണാം. എങ്ങനെ കാണാം? ഇവിടെ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് എത്രയാണ്? 20. 20 plus 40 അപ്പർ ലിമിറ്റ് by 2. 20 plus 40 എത്ര? 60. 60 by 2 30. അതായത് 20 to 40 എന്ന ക്ലാസിന്റെ മിഡ് പോയിന്റ് എത്രയാണ്? 30 ആണ്. 10 to 20 എന്ന ക്ലാസിന്റെ മിഡ് പോയിന്റ് 15 ആണ്. അപ്പൊ നേരത്തെ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടെത്താന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ഇന്റർവെല്ലിനെ കുറിച്ചാണ്. എന്താണ് ക്ലാസ് ഇന്റർവെൽ എന്ന് നോക്കാം. ക്ലാസ് ഇന്റർവെൽ ഈസ് ദി വിഡ്ത് ഓഫ് ദി ക്ലാസ്. ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ക്ലാസ് ഇന്റർവെൽ ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. അതായത് ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസിന്റെ വലിപ്പത്തിനെയാണ്, മൊത്തം വലിപ്പത്തിനെയാണ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ക്ലാസിന്റെ വലിപ്പത്തിനെയാണ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലാസ് ഇന്റർവെൽ. അപ്പൊ ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലാസ് ഇന്റർവെൽ. നമുക്ക് ക്ലാസ് ഇന്റർവെൽ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഇൻ ദി ക്ലാസ് 10 to 20, 10 to 20 എന്ന ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ കണ്ടെത്തണം. എന്താണ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് ഇന്റർവെൽ ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലാസ് ഇന്റർവെൽ. ഇവിടെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 20. 20 മൈനസ് ലോവർ ലിമിറ്റ് എത്രയാണ് ഈ ക്ലാസ്സിലെ? 10. 20 മൈനസ് 10. ഈ ക്ലാസിന്റെ 10 to 20 എന്ന് പറഞ്ഞ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 10 ആണ്. ഇനി നമുക്ക് വേറൊരു ക്ലാസ് നോക്കാം. 5 to 10. 5 to 10 എന്ന ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ എത്രയും കണ്ടെത്തണമെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇവിടെ അപ്പർ ലിമിറ്റ് എത്രയാണ് ഈ ക്ലാസിന്റെ? 10. ലോവർ ലിമിറ്റ് എത്രയാണ്? 5. 10 minus 5 is equal to 5. അപ്പൊ എങ്ങനെയാണ് ക്ലാസ് ഇന്റർവെൽ കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് ക്ലാസ് ഫ്രീക്വൻസി. ഓരോ ക്ലാസ്സിനും എതിരെയുള്ള ഫ്രീക്വൻസിയെയാണ് ഇത് പറയുന്നത് ക്ലാസ് ഫ്രീക്വൻസി. ഒരു ക്ലാസിന്റെ എതിരെ കിടക്കുന്ന ഫ്രീക്വൻസിയെയാണ് ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ക്ലാസ് ലിമിറ്റ്, ക്ലാസ് ഇന്റർവെൽ, മിഡ് പോയിന്റ്, ക്ലാസ് ഫ്രീക്വൻസി എന്നിവയെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ക്ലൂസീവ് മെത്തേഡിനെ കുറിച്ചാണ്. എന്താണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. Under exclusive method, upper limit of the first class is the lower limit of the second class. അതായത് എക്സ്ക്ലൂസീവ് മെത്തേഡിൽ ഡാറ്റയെ ക്രമീകരിക്കുമ്പോൾ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്നു. അതായത് ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്ന രീതിയെയാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് എക്സ്ക്ലൂസീവ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്ന രീതിയെയാണ് എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. അണ്ടർ എക്സ്ക്ലൂസീവ് മെത്തേഡ്, അപ്പർ ലിമിറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ് ഈസ് ദി ലോവർ ലിമിറ്റ് ഓഫ് ദി സെക്കൻഡ് ക്ലാസ്. അപ്പൊ നമുക്ക് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്താണെന്നുള്ളത് ഒന്ന് ഒരു ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. എക്സ്ക്ലൂസീവ് മെത്തേഡിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്ന രീതിയെയാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര ക്ലാസ്സുകളുണ്ട്? ഈ എക്സാമ്പിളിൽ എത്ര ക്ലാസ്സുകളുണ്ട്?
എത്ര ക്ലാസ്സാ? 3 ക്ലാസ്സുകളുണ്ട് അല്ലെ. ഓക്കെ, അതില് ഒന്നാമത്തെ ക്ലാസ് 5 to 10 അല്ലെ, 5 to 10 ആണ്. രണ്ടാമത്തെ ക്ലാസ് 10 to 15 ആണ്. മൂന്നാമത്തെ ക്ലാസ് 15 to 20 ആണ്. അങ്ങനെ 3 ക്ലാസ്സുകളുണ്ട്. ഇനി ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എത്രയാണ്? ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് 10 ആണ്. ലോവർ ലിമിറ്റ് എത്രയാണ്? 5 ആണ്. രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 10 ആണ്. അപ്പർ ലിമിറ്റ് 15 ആണ്. മൂന്നാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 15 ആണ്. അപ്പർ ലിമിറ്റ് 20 ആണ്. ഇനി ഒന്നാമത്തെ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ വലിപ്പം. അതെങ്ങനെ കണ്ടെത്താം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 10 - 5 എത്രയാണ്? 5. ഇനി ഇവിടെ 15 - 10 5, 20 - 15 5. 3 ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 1 തന്നെയാണ് അല്ലെ. ഓക്കെ, അതായത് എക്സ്ക്ലൂസീവ് രീതിയിൽ മാറ്റുമ്പോൾ, എക്സ്ക്ലൂസീവ് രീതിയിൽ എഴുതുമ്പോൾ ക്ലാസ് ഇന്റർവെൽ കൂടി നോക്കണം. ഇനി നമുക്ക് എങ്ങനെ എക്സ്ക്ലൂസീവ് രീതി എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്ന രീതിയെയാണ് എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് 10 ആണ്. ഈ 10 അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്നു. എത്ര? 10 ആയി മാറി. ഇനി രണ്ടാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് 15 ആണ്. 15 അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്നു. ഇനി അടുത്തപ്പോ ഇവിടെ 3 ക്ലാസ്സുകളുണ്ട് അല്ലെ. ഇനി മൂന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 20 ആണ് അല്ലെ. ഇനി നാലാമത്തെ ക്ലാസ് നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 20. ക്ലാസിന്റെ വലിപ്പം എത്രയാണ്? ക്ലാസിന്റെ വലിപ്പം എത്രയാണ്? 3 ക്ലാസിന്റെയും തുല്യമാണ്. അപ്പൊ നാലാമത്തെ ക്ലാസിന്റെ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. 20 to 25. ഇനി നമുക്കൊരു അഞ്ചാമത്തെ ക്ലാസ് എക്സ്ക്ലൂസീവ് രീതിയിൽ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? അപ്പർ ലിമിറ്റ് എത്ര? നാലാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് 25. 25 ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 5 അല്ലേ. അപ്പൊ 25 കൂടെ 5 കൂട്ടണല്ലേ. അപ്പൊ അടുത്ത അപ്പർ ലിമിറ്റ് ഏതായിരിക്കും? 30. ഇങ്ങനെ ഡാറ്റ ക്രമീകരിക്കുന്നതിനെയാണ് എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്ന രീതിയെയാണ് എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 10 to 20, 20 to 30 എഴുതില്ലേ. അതായത് ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വന്നു അല്ലെ. അതാണ് ആ രീതിയെ പറയുന്ന പേരാണ് എക്സ്ക്ലൂസീവ് രീതി. ഇനി മൂന്നാമത്തെ ഒരു ക്ലാസ് എക്സ്ക്ലൂസീവ് രീതിയിൽ എഴുതണം. എങ്ങനെ ഞാൻ എഴുതും? ആദ്യം നമ്മൾ ക്ലാസ് ഇന്റർവെൽ കൂടി നോക്കണം. ഇവിടെ ഒന്നാമത്തെ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 10 അല്ലേ. 10 to 20, 10 to 20 നമ്മുടെ ക്ലാസിന്റെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 10 അല്ലേ. അതായത് എങ്ങനെ ക്ലാസ് ഇന്റർവെൽ കാണാം? അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് കുറയ്ക്കാം. 20 - 10 10, 30 - 20 10. ഇനി നമുക്ക് മൂന്നാമത്തെ ക്ലാസ് എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് മാറ്റണം അല്ലെ. അതായത് ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്ന രീതിയെയാണ് എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസ് എക്സ്ക്ലൂസീവ് രീതിയിൽ എഴുതണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? മൂന്നാമത്തെ ക്ലാസ് അപ്പൊ രണ്ടാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റിനെ ലോവർ ലിമിറ്റ് ആക്കി എഴുതണം അല്ലെ. 30 to ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? ഇവിടെ വ്യത്യാസം എത്രയാണ്? 10 അല്ലേ. 30 കൂടെ 10 കൂട്ടിയാൽ 40. ഇനി അടുത്ത ക്ലാസ് എങ്ങനെ എഴുതും? 40 to 50. അപ്പൊ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് രീതി എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻക്ലൂസീവ് രീതിയെ കുറിച്ചാണ്. എന്താണ് ഇൻക്ലൂസീവ് രീതി എന്ന് നോക്കാം. അണ്ടർ ഇൻക്ലൂസീവ് മെത്തേഡ് അപ്പർ ലിമിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി ക്ലാസ് ഇറ്റ്സെൽഫ്. Under inclusive method upper limit included in the class itself. അതായത് ഇൻക്ലൂസീവ് മെത്തേഡിൽ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെ നിലനിൽക്കുന്നു, അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നില്ല. അതായത് ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെയാണ് നിലനിൽക്കുന്നത്, രണ്ടാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്നില്ല. അത്തരത്തിലുള്ള രീതിയെ പറയുന്ന പേരാണ് ഇൻക്ലൂസീവ് രീതി.
അതായത് ഒന്നുകൂടി പറയാം, എന്താണ് ഇൻക്ലൂസീവ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അണ്ടർ ഇൻക്ലൂസീവ് മെത്തേഡ് അപ്പർ ലിമിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി ക്ലാസ് ഇറ്റ്സെൽഫ്. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെ നിലനിൽക്കുന്ന രീതിയെയാണ് ഇൻക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇൻക്ലൂസീവ് രീതിക്കുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞാൻ ഇവിടെ 3 ക്ലാസ്സുകൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്ലാസ് 10 to 19, അടുത്തത് 20 to 29, 30 to 39 എന്നിങ്ങനെ 3 ക്ലാസ് എഴുതിയിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ഏതാണ്? 19 ആണ്. ലോവർ ലിമിറ്റ് എത്രയാണ്? 10 ആണ്. രണ്ടാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 29 ആണ്. ലോവർ ലിമിറ്റ് എത്രയാണ്? 20 ആണ്. മൂന്നാമത്തെ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് 30 ആണ്. അപ്പർ ലിമിറ്റ് 39 ആണ്. 10 to 19 എന്ന ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മുതൽ 19 വരെയുള്ള മാർക്കും അതിൽ ഉൾപ്പെടും. 19 എന്നുള്ള മാർക്കും ഉൾപ്പെടും. ഇനി 20 to 29 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മുതൽ 29 വരെയുള്ള മാർക്കും ഉൾപ്പെടും. 30 to 39 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 മുതൽ 39 വരെയുള്ള മാർക്കും ഉൾപ്പെടും. അപ്പൊ ഇവിടെ ക്ലാസ് ഇന്റർവൽ എത്രയായിരിക്കും? 10 ആയിരിക്കും. 10, 11, 12, 13, 14, 15, 16, 17, 18, 19. അപ്പൊ ക്ലാസ് ഇന്റർവൽ എത്രയാണ്? 10 ആണ്. ഇനി രണ്ടാമത്തെ ക്ലാസ്സിന്റെ നമുക്ക് നോക്കാം. 20, 21, 22, 23, 24, 25, 26, 27, 28, 29. അപ്പൊ രണ്ടാമത്തെ ക്ലാസ്സിന്റെ ക്ലാസ് ഇന്റർവല് 10 ആണ്. ഇനി മൂന്നാമത്തെ ക്ലാസ്സിന്റെ ക്ലാസ് ഇന്റർവല് 10 ആണ്. ഇനി നാലാമത്തെ ക്ലാസ് എങ്ങനെയായിരിക്കും നമ്മൾ ഇൻക്ലൂസീവ് രീതിയിൽ എഴുതുക? അതായത് ഒന്നാമത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്നില്ല. അത്തരത്തിലുള്ള രീതിയെയാണ് ഇൻക്ലൂസീവ് രീതി എന്ന് പറയുക. അപ്പോൾ ഇവിടെ ക്ലാസ് ഇന്റർവൽ എത്രയാണ്? 10. ഈ 3 ക്ലാസ്സിന്റെയും ക്ലാസ് ഇന്റർവൽ 10 ആണ്. 10 to 19 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19 വരെയുള്ള മാർക്കും ഉൾപ്പെടും. 20 to 29 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 29 വരെയുള്ള മാർക്കും ഉൾപ്പെടും. 30 to 39 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 39 വരെയുള്ള മാർക്കും ഉൾപ്പെടും. അപ്പോൾ നമ്മൾ നാലാമത്തെ ക്ലാസ് എങ്ങനെയാണ് എഴുതുക? 39, 40 to 49. അപ്പൊ നാലാമത്തെ ക്ലാസ്സിന്റെയും ക്ലാസ് ഇന്റർവൽ എത്ര? 10 തന്നെ ആയിരിക്കില്ലേ? 40, 41, 42, 43, 44, 45, 46, 47, 48, 49. ഇനി അഞ്ചാമത്തെ ക്ലാസ് നമ്മൾ എങ്ങനെ എഴുതുക ഇൻക്ലൂസീവ് രീതിയിൽ? 50 to 59. ഓക്കെ. അപ്പൊ ഇൻക്ലൂസീവ് രീതി എന്താന്നുള്ളത്, എങ്ങനെ എഴുതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. Zero to 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് ഉൾപ്പെടും? ഇൻക്ലൂസീവ് രീതിയിൽ എഴുതാണ്. 0, 1, 2, 3, 4. അപ്പൊ ക്ലാസ് ഇന്റർവൽ എത്രയാണ്? 5 ആണ്. 0, 1, 2, 3, 4. ക്ലാസ് ഇന്റർവൽ 5 ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തത് എന്തായിരിക്കും? 5, 8 എത്രയായിരിക്കും? 5, 6, 7, 8, 9. 5 to 9. ഇനി അടുത്ത ക്ലാസ് നമ്മൾ എത്ര എഴുതുക? അടുത്ത ക്ലാസ് ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരാത്ത രീതിയാണ് ഇൻക്ലൂസീവ് രീതി. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്ലാസ് എഴുതി 0 to 4 വരെയുള്ള മാർക്ക് ഉൾപ്പെടും. ഇനി അടുത്ത മാർക്ക് എത്രയാണ് തുടങ്ങുന്നത്? 5 നിന്ന് അല്ലെ. 5 മുതൽ 9 വരെ ക്ലാസ് ഇന്റർവൽ എത്രയാണ്? 5 ആണ്. ഇവിടെ 5 മുതൽ 9 വരെയുള്ള മാർക്ക് ഉൾപ്പെട്ടു. ഇനി നമ്മൾ അടുത്ത ക്ലാസ് എഴുതണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? അടുത്തത് 10 അല്ലേ എഴുതുന്നത്? 10 to എത്ര വരെ വരും? ഇവിടെ ക്ലാസ് ഇന്റർവൽ എത്ര നോക്കാം? 5 to 9 എന്ന് പറയുമ്പോൾ ക്ലാസ് ഇന്റർവൽ 5, 6, 7, 8, 9. 5 ആണ്. അപ്പൊ ഇവിടെ 5 വേണ്ടേ ക്ലാസ് ഇന്റർവൽ? 10, 11, 12, 13, 14. ഇനി ഇവിടെ എത്രയായിരിക്കും? 14 to 19. ഇങ്ങനെ എഴുതുന്ന രീതിക്കാണ് ഇൻക്ലൂസീവ് രീതി അല്ലെങ്കിൽ ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരാത്ത രീതിയാണ് ഇൻക്ലൂസീവ് രീതി. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേസ് ടു ചേഞ്ച് ഇൻക്ലൂസീവ് മെത്തേഡ് ടു എക്സ്ക്ലൂസീവ് മെത്തേഡ്. ഇൻക്ലൂസീവ് രീതിയെ എക്സ്ക്ലൂസീവ് രീതിയാക്കി മാറ്റുന്ന വിധമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ഇൻക്ലൂസീവ് രീതിയിലുള്ള ഒരു ഡാറ്റ എഴുതിയിട്ടുണ്ട്. 5 to 9,
10 to 14, 15 to 19. ഇൻക്ലൂസീവ് രീതിയാണ് അല്ലെ. അതായത് ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്നില്ല. അതായത് ഇൻക്ലൂസീവ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെയാണ് നിലനിൽക്കുന്നത്, അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയി വരുന്നില്ല. ഇത്തരത്തിലുള്ള രീതിയെ പറയുന്ന പേരാണ് ഇൻക്ലൂസീവ് രീതി. ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെ നിലനിൽക്കുന്ന രീതിയാണ് ഇൻക്ലൂസീവ് രീതി. ഈ ഇൻക്ലൂസീവ് രീതിയെ എക്സ്ക്ലൂസീവ് രീതിയാക്കി മാറ്റണം. അതിനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫൈൻഡ് ഔട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ upper limit of the first class and lower limit of the second class. Find out the difference between upper limit of the first class and lower limit of the second class. ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റും രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. ഇവിടെ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 9 ആണ്. രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? 10 ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തണം. ഈ 9ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തണം. അറിയാലേ 1 ആണെന്നുള്ളത്. 10 മൈനസ് 9. അപ്പൊ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റും രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടെത്തി. എത്രയാണ്? 1. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റും രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടെത്തി. 10 മൈനസ് 9 ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഫൈൻഡ് ഔട്ട് ഹാഫ് ഓഫ് ദി ഡിഫറൻസ്. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ 2 കൊണ്ട് ഹരിക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1 ആണ്. ആ 1നെ 2 കൊണ്ട് ഹരിക്കുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് ഹാഫ് ഓഫ് ദി ഡിഫറൻസ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ 2 കൊണ്ട് ഹരിക്കുക. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എത്രയാണ്? 1 ആണ്. ആ 1നെ 2 കൊണ്ട് ഹരിക്കുക. 1 ഹരിക്കണം 2 എത്രയാണ്? 0.5. 0.5 ആണ്. അപ്പൊ നമുക്ക് ഹരിച്ചു കിട്ടിയ സംഖ്യ ഇവിടെ എത്രയാണ്? 0.5 ആണ്. 0.5 ആണ് നമുക്ക് ഹരിച്ചു കിട്ടിയ സംഖ്യ. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇനി ഈ 0.5നെ ഈ വ്യത്യാസത്തെ ഹരിച്ചു കിട്ടിയ സംഖ്യയെ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റിൽ കൂടെ കൂട്ടണം. ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റിൽ കൂടി കൂട്ടുകയും ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യണം. ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റിൽ കൂടി കൂട്ടുകയും 0.5നെ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റിൽ കൂടി കൂട്ടുകയും ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം? അപ്പൊ ഈ ഹരിച്ചു കിട്ടിയ സംഖ്യ എത്രയാണ്? 0.5 ആണ്. ഈ 0.5നെ അപ്പർ ലിമിറ്റിൽ കൂടി കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 9 കൂടെ കൂട്ടണം അല്ലെ. അപ്പൊ എത്രയായിരിക്കും? 9.5. ഇനി ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുകയും വേണം. ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കണം. 5 ആണ് ഇവിടെ ലോവർ ലിമിറ്റ്. 5ൽ നിന്ന് 0.5 പോയാൽ 4.5. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് എത്രയും എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് മാറ്റിയ ഒന്നാമത്തെ ക്ലാസ് 4.5 to 9.5. ഇനി രണ്ടാമത്തെ ക്ലാസ് നോക്കാം. ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ലോവർ ലിമിറ്റ് എത്രയാണ്? 10 ആണ്. അപ്പർ ലിമിറ്റ് എത്രയാണ്? 14 ആണ്. അതായത് ഹരിച്ചു കിട്ടിയ സംഖ്യ എപ്പോഴും ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കണം. എപ്പോഴും ഹരിച്ചു കിട്ടിയ സംഖ്യ ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടത്. അപ്പൊ ഇവിടെ 10ൽ നിന്ന് 0.5 പോയാൽ എത്രയാണ്? 9.5. 14ൽ നിന്ന് 0.5 കൂട്ടി 14ൽ കൂടെ 0.5 കൂട്ടിയാൽ 14.5. ഇനി മൂന്നാമത്തെ ക്ലാസ് നോക്കാം. 15 to 19 എന്ന ക്ലാസ് നോക്കാം. അതായത് ലോവർ ലിമിറ്റിൽ നിന്നും 0.5 കുറയ്ക്കണം. ഇവിടെ 15 ആണ് ലോവർ ലിമിറ്റ്. അപ്പൊ 15ൽ നിന്ന് 0.5 പോയാൽ 14.5. ഇനി അപ്പർ ലിമിറ്റിൽ കൂടെ 0.5 കൂട്ടണം. 19.5. അപ്പോൾ എങ്ങനെയാണ് ഇൻക്ലൂസീവ് രീതിയെ എക്സ്ക്ലൂസീവ് രീതിയാക്കി മാറ്റിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നുകൂടി പറയാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റും രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി. ഇവിടെ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് 9 ആണ്. രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 10 ആണ്. 10 മൈനസ് 9 1. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ വ്യത്യാസത്തെ 2 കൊണ്ട് ഹരിച്ചു. അതായത് ഈ 1നെ, അതായത്
ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ആ 1നെ 2 കൊണ്ട് ഹരിച്ചു. ആ 2 കൊണ്ട് ഹരിച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? 0.5 ആണ് കിട്ടിയത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റും രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. കണ്ടെത്തി 1 ആണ്. ഇനി ആ വ്യത്യാസത്തെ 2 കൊണ്ട് ഹരിക്കുക. വ്യത്യാസം ഇവിടെ എത്രയാണ്? 1 ആണ്. 1 ഹരിക്കണം 2, 0.5 കിട്ടി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എത്രയാണ്? ഹരിച്ചു കിട്ടിയ സംഖ്യ, ഇവിടെ ഹരിച്ചു കിട്ടിയ സംഖ്യ എത്രയാണ്? 0.5 ആണ്. ഈ 0.5നെ ഒന്നാമത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റിൽ കൂടെ കൂട്ടുകയും ഒന്നാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുകയും വേണം. അതായത് ഹരിച്ചു കിട്ടിയ സംഖ്യയെ ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുകയും അപ്പർ ലിമിറ്റിൽ കൂടി കൂട്ടുകയും ചെയ്യണം. അപ്പൊ നോക്കാം, ഒന്നാമത്തെ ക്ലാസിന്റെ 9ൽ കൂടെ 0.5 കൂട്ടി 9.5 ആയി. 5ൽ നിന്ന് 0.5 കുറച്ചു 4.5. ഇനി രണ്ടാമത്തെ ക്ലാസ്, ഇവിടെ ലോവർ ലിമിറ്റ് എത്രയാണ്? 10 ആണ്. 10ൽ നിന്ന് 0.5 കുറച്ചാൽ 9.5 ആയി. രണ്ടാമത്തെ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 14 ആണ്. 14ൽ കൂടെ 0.5 കൂട്ടിയപ്പോൾ 14.5 ആയി. ഇനി അടുത്ത മൂന്നാമത്തെ ക്ലാസ്, ഇവിടെ ലോവർ ലിമിറ്റ് എത്രയാണ്? 15 ആണ്. 15ൽ നിന്നും 0.5 കുറച്ചപ്പോൾ 14.5 ആയി. ഇനി അപ്പർ ലിമിറ്റ് എത്രയാണ്? 19 ആണ്. 19ൽ കൂടെ 0.5 കൂട്ടിയാൽ 19.5 ആയി. ഇങ്ങനെയാണ് ഇൻക്ലൂസീവ് രീതിയെ എക്സ്ക്ലൂസീവ് രീതിയാക്കി മാറ്റുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി ഡിസ്കസ് ചെയ്തത് അറേയെ കുറിച്ചാണ്. അതിനുശേഷം ഫ്രീക്വൻസി അറേയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇൻക്ലൂസീവ് മെത്തേഡ്, എക്സ്ക്ലൂസീവ് മെത്തേഡ്, ക്ലാസ് ലിമിറ്റ്, ക്ലാസ് ഇന്റർവെൽ, മിഡ് പോയിന്റ് എന്നിവയെ കുറിച്ചൊക്കെ പഠിച്ചു. അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് ഇൻക്ലൂസീവ് രീതിയെ എക്സ്ക്ലൂസീവ് രീതിയാക്കി മാറ്റുന്ന വിധമാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.